റിയാസ്, എന്തായാലും കടകംപള്ളിയുമായി തനിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന കാര്യം ആവർത്തിക്കുകയാണ്. അത് മാത്രമല്ല, സെക്രട്ടേറിയറ്റിൽ തനിക്കെതിരെ വിമർശനം ഉണ്ടായി എന്നുള്ള വാർത്ത അത് അസംബന്ധമാണെന്നാണ് റിയാസ് പറയുന്നത്. ഇക്കാര്യം അദ്ദേഹം പാടെ നിഷേധിക്കുകയാണ്. പക്ഷേ ആ വാർത്ത ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നതിന് യാതൊരു സംശയവും ഇല്ല. എന്തായാലും എല്ലാവരും ഉറ്റുനോക്കുന്നത്, കേരളത്തിൽ ഉറ്റുനോക്കുന്നത് കേന്ദ്രത്തിനെതിരായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ നടത്താൻ പോകുന്ന സമരത്തെയാണ്. കേന്ദ്രവിരുദ്ധ സമരത്തിനായി ഇന്ന് വൈകിട്ടാണ് മുഖ്യമന്ത്രി ഡൽഹിക്ക് തിരിക്കുന്നത്. ഡൽഹിയിൽ ജന്തർ മന്ദറിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേന്ദ്രവിരുദ്ധ സമരത്തിൽ പങ്കാളിയാവുക. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഡാൻ കുര്യനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുകയാണ് പകൽ വാർത്തയിൽ. ഡാൻ, എന്തായാലും ഈ ജന്തർ മന്ദറിൽ സമരം നടക്കുമോ എന്ന കാര്യത്തിൽ ചില സംശയമുണ്ടായിരുന്നു. അത് രാംലീല മൈതാനത്തേക്ക് മാറ്റണം എന്ന ആവശ്യം പോലും ഉണ്ടായിരുന്നു ഡൽഹി പോലീസിന്റെ ഭാഗത്ത് നിന്ന്. പക്ഷേ ഇപ്പോൾ സംശയങ്ങളെല്ലാം മാറിയിട്ടുണ്ടല്ലോ, അനുവാദം കിട്ടിയിട്ടുണ്ട്. ചില മന്ത്രിമാർ ഇതിനകം ഡൽഹിയിൽ ചെന്നിട്ടുമുണ്ട്. എന്തൊക്കെ മുദ്രാവാക്യങ്ങളായിരിക്കും ഉന്നയിക്കുക? അത് മാത്രമല്ല, ഇത് സമ്മേളനമാണോ അതോ ഒരു പ്രതിഷേധമാണോ? ഇക്കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ടോ അന്തിമമായി? മഞ്ജുഷ്, സമരം തന്നെയാണ് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ കേന്ദ്ര സർക്കാരിനെതിരെ നടക്കുകയെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഇടത് എംപിമാരും MLA-മാരും എല്ലാം അവിടേക്ക് എത്തുന്നത്. കേന്ദ്ര സർക്കാരിനെതിരായി BJP വിരുദ്ധ പ്രതിപക്ഷ സഖ്യങ്ങളുടെ മുഴുവൻ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഈ സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഇടത് നേതൃത്വം നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ അവർക്ക് ആശ്വാസമായി കർണാടകത്തിൽ നിന്ന് സിദ്ധരാമയ്യയുടെയും DK ശിവകുമാറിന്റെയും നേതൃത്വത്തിലുള്ള മന്ത്രിസഭ നാളെ കേരള സർക്കാർ 8-ാം തീയതി നടത്തുന്ന സമരത്തിന് മുൻപേ അവിടെ സമരവുമായി എത്തുകയാണ്. സംസ്ഥാനത്ത് അത് പ്രതിപക്ഷത്തിന് വലിയ തലവേദനയായി മാറുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമായി മാറുകയാണ്. സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ കേരളം ഉന്നയിച്ച അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര അവഗണന തങ്ങൾക്കെതിരെയും തുടരുകയാണ് എന്ന നിലപാടിൽ കർണാടകവും സമരവുമായി രംഗത്തെത്തുമ്പോൾ ഏതാണ്ട് 200ഓളം ഗ്രാമങ്ങളിൽ വരൾച്ച ഉണ്ടായിട്ടും അടിയന്തര സഹായ പദ്ധതികളൊന്നും ബജറ്റിൽ പ്രഖ്യാപിക്കാതിരുന്നതിനെതിരെയാണ് കർണാടകയിൽ സമരമെങ്കിൽ കേരളം സമരവുമായി രംഗത്തെത്തുന്നത് റെയിൽവേ വികസന കാര്യത്തിൽ അടക്കം കേരളത്തോട് കടുത്ത അവഗണന തുടരുന്നു. സാമ്പത്തിക അസമത്വമാണ് ഫെഡറൽ സംവിധാനത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ. കേരളത്തോട് ബോധപൂർവമായ ഐത്തമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന്. രണ്ട് സർക്കാരിന്റെയും നിലപാടുകൾ രണ്ട് തരത്തിൽ ഉണ്ടല്ലോ. ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത്, പ്രധാനമായും കേന്ദ്രത്തിനെതിരെ ഉന്നയിക്കുന്നത്, കഴിഞ്ഞ സാമ്പത്തിക വർഷം മുഴുവനായിട്ട് കേരളത്തിനുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചതിനെ കുറിച്ചാണ്. അതിൽ കേന്ദ്രത്തിന്റെ നികുതി വിഹിതത്തിലുള്ള കുറവ് മുതൽ ഈ GST കോമ്പൻസേഷന്റെ കാര്യം വരെയുണ്ട്. പക്ഷേ കേന്ദ്ര ബജറ്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കർണാടകത്തിന് കിട്ടാതെ പോയത്? ഇക്കാര്യമാണല്ലോ സിദ്ധരാമയ്യ പ്രധാനമായും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ കോൺഗ്രസിന് തൽക്കാലം പിടിച്ചു നിൽക്കുവാനുള്ള ഒരു വഴിയുണ്ടോ ഇല്ലയോ? കാരണം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം LDF സർക്കാരിനൊപ്പമല്ല ഈ വിഷയത്തിൽ. 57,400 കോടി രൂപ കിട്ടാനുണ്ട് എന്നുള്ള വാദത്തിൽ കഴമ്പില്ല എന്നാണ് സംസ്ഥാന കോൺഗ്രസ് പറയുന്നത്. അവിടെ 3,100 കോടിയുടെ കാര്യമേ സംസ്ഥാന കോൺഗ്രസ് പറയുന്നുള്ളൂ. അപ്പോൾ സിദ്ധരാമയ്യ തൽക്കാലം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ രക്ഷിച്ചിട്ടുണ്ടോ? ഈ കേന്ദ്രത്തിന്റെ സമ്പൂർണ്ണ അവഗണന എന്ന് പറയാതെ ഈ ബജറ്റിലെ അവഗണന മാത്രമാണോ പറയുന്നത് സിദ്ധരാമയ്യ? ഈ കർണാടകത്തിന്റെ ഭാഗത്തു നിന്ന് പൊടുന്നനെ ഇങ്ങനെ ഒരു നിലപാടുണ്ടാകാൻ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ 200ഓളം ഗ്രാമങ്ങൾ അതിരൂക്ഷമായ വരൾച്ച നേരിടുകയാണ്. ആ വരൾച്ചയുമായി ബന്ധപ്പെട്ട് അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായ ഇടപെടൽ വേണമെന്നായിരുന്നു കർണാടകത്തിന്റെ ആവശ്യം. ഇക്കാര്യം അവർ കേന്ദ്ര മന്ത്രാലയങ്ങളെ എല്ലാം തന്നെ നേരിട്ട് കണ്ട് ബോധിപ്പിച്ചതുമാണ്. പക്ഷേ ബജറ്റിൽ അതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഈ വരൾച്ചയെ നേരിടുന്നതുമായി ബന്ധപ്പെട്ട ഉണ്ടായില്ല എന്ന വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേന്ദ്രത്തിനെതിരെ സമരത്തിനിറങ്ങുകയാണ് എന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തന്നെ വ്യക്തമാക്കിയത്. അതിനു പിന്നാലെയാണ് സിദ്ധരാമയ്യയും ശിവകുമാറും DK ശിവകുമാറും അടങ്ങുന്ന മന്ത്രിസഭ ഒന്നാകെ നാളെ കേന്ദ്ര വിരുദ്ധ സമരവുമായി ജന്തർ മന്ദറിലേക്ക് എത്തുന്നത്. അവിടെ കൃത്യമായി സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, മുഴുവൻ വിമർശനങ്ങളും കേന്ദ്രത്തിനെതിരെ ഉന്നയിച്ചുകൊണ്ട് കൈയൊഴിഞ്ഞു മാറാൻ സംസ്ഥാനത്തിനാവില്ല. ധനകാര്യ മാനേജ്മെന്റിൽ സംസ്ഥാനത്തിന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ബജറ്റിലെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ ആകെ ചെലവാക്കേണ്ട തുകയുടെ 52% മാത്രമാണ് ചെലവാക്കിയിരിക്കുന്നത്. 3,700 കോടി മാത്രമേ കിട്ടാനുള്ളൂ. GST കോമ്പൻസേഷൻ 5 വർഷത്തേക്കാണ് എന്ന് പാർലമെന്റ് അംഗീകരിച്ച കാര്യമാണ്. അത് കേരളത്തിന് മാത്രമായി മാറ്റിക്കൊടുത്താലും
അവർക്ക് ആ സഹായം കിട്ടുന്നതിന് തടസ്സമായി ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ നിൽക്കുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ കേന്ദ്രത്തിന്റെ അവഗണന കൊണ്ടാണ് കേരളം പ്രതിസന്ധി നേരിടുന്നു എന്ന കാര്യം ഇങ്ങനെ തുടർച്ചയായി ആവർത്തിക്കാൻ കഴിയും? അതോടൊപ്പം പ്രധാനമായി UDF ഏകോപന സമിതി യോഗത്തിലടക്കം ഉയർന്നു വന്ന ഒരു വിമർശനം, ഡൽഹിയിൽ ആം ആദ്മി സർക്കാരടക്കം സമാനമായ രീതിയിൽ ഡൽഹി ഭരിക്കുന്ന ആം ആദ്മി സർക്കാരിനടക്കം ഈ കേന്ദ്ര അവഗണന നേരിടുന്നുണ്ട്. പക്ഷേ ആ അവഗണന നേരിടുന്ന മറ്റ് സംസ്ഥാനങ്ങളൊന്നും സ്വീകരിക്കാത്ത ഒരു വഴിയിലേക്ക് കേരളം മാത്രം പോകുന്നത് എന്തിനു വേണ്ടിയാണ്? അവിടെ കൃത്യമായി സംസ്ഥാനത്തിന്റെ സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന വീഴ്ചകൾ മറച്ചുവെക്കാൻ കേന്ദ്രത്തെ പഴിചാരി രക്ഷപ്പെടാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ധനമന്ത്രി KN ബാലഗോപാൽ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്, അഭിമാനം നോക്കി നിൽക്കാതെ സംസ്ഥാനത്തിന്റെ പൊതു ആവശ്യമായി ഇതിനെ പരിഗണിച്ചുകൊണ്ട് തനിച്ച് സമരം ചെയ്യാനെങ്കിലും പ്രതിപക്ഷം തയ്യാറാകണമെന്നാണ്. അത്തരത്തിലൊരു സമരവുമായി കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തുമോ എന്നാണ് അറിയാനാണ് ഇനി ആകാംക്ഷയോടെ. സംസ്ഥാന സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലും പങ്കാളിയല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ സംസ്ഥാന സർക്കാർ പല മുഖ്യമന്ത്രിമാരോടും ആശയവിനിമയം നടത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിനാണ്. സ്റ്റാലിൻ എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഈ പ്രതിഷേധത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അത് വലിയ ആശ്വാസം സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുമുണ്ട്. സ്റ്റാലിന്റെ പ്രസ്താവനയാണ് ഈ കാണുന്നത്. കേരള മുഖ്യമന്ത്രി എഴുതിയ കത്ത് ബഹുമാനപ്പെട്ട കേരള വ്യവസായ മന്ത്രി രാജീവ് നൽകിയിരുന്നു എന്നാണ് സ്റ്റാലിൻ പറയുന്നത്. നേരിട്ട് തന്നെ മന്ത്രി പി രാജീവ് നേരിട്ട് തന്നെ സ്റ്റാലിനെ കണ്ട് ആ കത്ത് കൈമാറിയിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു കത്ത് കൈമാറിയ സ്ഥിതിക്ക് പിന്തുണ നൽകുകയാണ് എന്നാണ് സ്റ്റാലിൻ അറിയിച്ചിരിക്കുന്നത്. DMK-യുടെ നേതാക്കൾ ഈ സമരത്തിൽ ഡൽഹിയിൽ ചെന്ന് പിന്തുണ നൽകും, ഇക്കാര്യമാണ് സ്റ്റാലിൻ അറിയിച്ചിരിക്കുന്നത്. സ്വയംഭരണ അവകാശത്തെ എതിർക്കുന്നു, ഫെഡറൽ സംവിധാനത്തിന് മങ്ങലേൽപ്പിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് സ്റ്റാലിൻ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് വലിയ ആശ്വാസമാണ് സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുന്നത്. ഡാൻ ചേരുകയാണ് ഒരിക്കൽ കൂടി തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, എന്തായാലും ഇക്കാര്യത്തിൽ സ്റ്റാലിന്റെ പിന്തുണ കിട്ടി, സിദ്ധരാമയ്യയുടെ പിന്തുണയുണ്ട്. അത് ഭാഗികമാണെങ്കിലും സംസ്ഥാന സർക്കാരിന് അനുകൂലമാണ്. സംസ്ഥാന കോൺഗ്രസിനെതിരെ അടിക്കുവാനുള്ള ഒരു വടിയായിട്ട് സ്വാഭാവികമായിട്ടും അത് ഉപയോഗിക്കാം. എന്തായാലും DMK-യുടെ പിന്തുണ ഏതെല്ലാം രീതിയിൽ സഹായകരമായിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്? നമുക്കറിയാം, പിണറായി സർക്കാരിന്റെ ആദ്യകാലം മുതൽ തന്നെ MK സ്റ്റാലിനുമായി വളരെ അഭേദ്യമായ ഒരു ബന്ധം പിണറായി വിജയൻ കാത്തുസൂക്ഷിക്കുന്നുണ്ട്. കേരളത്തിൽ നടന്ന പല പൊതുപരിപാടികളിലും MK സ്റ്റാലിൻ പങ്കെടുത്തിട്ടുമുണ്ട്. ഏക സിവിൽ കോഡ് വിഷയത്തിൽ അടക്കം അല്ലെങ്കിൽ ഫെഡറൽ സംവിധാനത്തിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നുവെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഇടത് സർക്കാർ മുമ്പോട്ട് വെച്ച എല്ലാ പ്രതിഷേധ പരിപാടികളിലും പിന്തുണയുമായി MK സ്റ്റാലിൻ എത്തിയിട്ടുണ്ട്. സമാനമായ പിന്തുണ ഈ വിഷയത്തിലും അദ്ദേഹം ആവർത്തിക്കുകയാണ്. കേന്ദ്ര അവഗണന സംസ്ഥാനങ്ങളോട് തുടരുന്നു. BJP വിരുദ്ധ സർക്കാരുകളോട് കേന്ദ്രത്തിന് പുച്ഛമാണ്, അവഗണനയാണ്. അത് ഫെഡറൽ സംവിധാനത്തിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുമെന്ന സംസ്ഥാനം ആവർത്തിച്ചുന്നയിക്കുന്ന ആ പ്രതിഷേധം, ആശങ്ക, അത് തമിഴ്നാടും ഏറ്റുപിടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് BJP വിരുദ്ധ ശക്തികളെ ഒരു ചേരിയിൽ ഒന്നിപ്പിച്ച് നിർത്തി സമരം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംസ്ഥാനത്തിന്റെ നീക്കങ്ങൾക്ക് ബലം പകരുന്ന തരത്തിലേക്ക് മാറുകയാണ് MK സ്റ്റാലിന്റെ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള. സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം ഈ പ്ലാൻ B-യെ കുറിച്ചൊക്കെ പ്രഖ്യാപനങ്ങൾ വന്നപ്പോൾ ചുവന്ന ബക്കറ്റ് പിരിവാണോ ഉദ്ദേശിച്ചത് എന്ന രീതിയിലുള്ള ആക്ഷേപം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷത്തു നിന്നും അത്തരത്തിലുള്ള ആക്ഷേപം സോഷ്യൽ മീഡിയയിൽ പരന്നിരുന്നു. എന്തായാലും ഇതിനുള്ള ഒരു മറുപടി ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് കുറച്ച് കൂടി ശക്തമാക്കുന്ന രീതിയിലാണ് MK സ്റ്റാലിന്റെ പിന്തുണ വന്നിരിക്കുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ